പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് 2023 മെയ് മാസം 10-ാം തീയതി രാവിലെ കേരളത്തിന് കേൾക്കാനായത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു യുവ ഡോക്ടർ ചികിത്സയ്ക്കായി വന്ന ഒരാളുടെ കത്തിക്കുത്തേറ്റു മരിച്ചു. ഒരു സ്കൂൾ അധ്യാപകനും മയക്കുമരുന്നിൻ്റെ അടിമയുമായ ഒരക്രമിയാണ് കുത്തിയത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഡോക്ടർ വന്ദന ദാസ് അക്രമിയുടെ കൊലക്കത്തിക്കിരയായി. ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരിക്കെ അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണം, ഒരു പ്രകോപനവുമില്ലാതെ ഉണ്ടായ ആക്രമണം വളരെ സങ്കടകരമാണ്, ദുഃഖകരമാണ്. മേലിൽ ഒരാൾക്കും ഇത്തരത്തിലൊരു ദുർവിധി ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റെന്താണ് നമുക്ക് ചെയ്യാനാകുക? കേരളമൊട്ടാകെ ഡോക്ടർമാരുടെ പ്രതിഷേധം വളരെ ശക്തമായി നടക്കുന്നുണ്ട്. IMAയുടെയും KGMOയുടെയും നേതൃത്വത്തിൽ അവർ പണിമുടക്കുന്നുണ്ട്. ശക്തമായ സമരമാണ്. ഡോക്ടർ വന്ദന ദാസിൻ്റെ അകാല മരണത്തിൽ ദുഃഖവും സങ്കടവും ആത്മശാന്തിക്കുള്ള പ്രാർത്ഥനയും നേരുന്നതോടൊപ്പം തന്നെ ഡോക്ടർമാർ നടത്തുന്ന സമരത്തെ കൂടെ ഒന്ന് കാണാതിരിക്കാൻ സാധിക്കില്ല. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. പക്ഷേ ഇതുപോലെ സമരം ചെയ്യേണ്ട ഒരവസ്ഥയിൽ ഈ ഒരു സംഭവത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഡോക്ടർ വന്ദന ദാസിനോടൊപ്പം തന്നെ 2 പോലീസുകാർക്ക് കുത്തേറ്റിട്ടുണ്ട്. ഹോം ഗാർഡിന് കുത്തേറ്റു, ആംബുലൻസിൻ്റെ ഡ്രൈവർക്കും കുത്തേറ്റിട്ടുണ്ട്. കേരളത്തിലെ പോലീസുകാരെല്ലാവരും സമരം ചെയ്യുന്നില്ല, ആംബുലൻസ് ഡ്രൈവർമാർ സമരം ചെയ്യുന്നില്ല, ഹോം ഗാർഡുകളും സമരം ചെയ്യുന്നില്ല. ഇതൊരക്രമിയുടെ മദ്യവും മയക്കുമരുന്നും സമനില തെറ്റിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ പരാക്രമം മാത്രമാണ്. ഇതിനു മുമ്പും ഡോക്ടർമാർ സമരം ചെയ്തിട്ടുണ്ട്. സമരം ചെയ്ത് ആശുപത്രികളിൽ ഡോക്ടർമാർക്ക് നേരെ അക്രമം ഉയർത്തിയാൽ അവർക്ക് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമുള്ള അറസ്റ്റും തുടർന്ന് ശിക്ഷകളും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾക്ക് വേണ്ടിയും നിയമം വന്നതിന് ശേഷം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുമുള്ള സമരങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. അവിടെയും നീതി ആരുടെ പക്ഷത്ത്, എന്ത് പ്രകോപനം, അങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ആരും ആരെയും ആക്രമിക്കാൻ പാടില്ല. നിയമവ്യവസ്ഥയ്ക്ക് കീഴ്വഴങ്ങി വേണം ഒരു ജനാധിപത്യ രാജ്യത്ത് കാര്യങ്ങൾ ചെയ്യാൻ എന്ന നിലപാട് തന്നെയാണ് ഞാനും നേച്ചർ ലൈഫും കേരളത്തിലെ എല്ലാ ജനങ്ങളും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഡോക്ടർമാരിൽ തല്ലുകൊള്ളേണ്ട ചിലരുണ്ട് എന്ന് ഗണേഷ് കുമാർ MLA പറഞ്ഞത് ഈ ഒരു അക്രമത്തിൻ്റെ മുന്നിൽ, ഈ ദാരുണ സംഭവത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ അടിക്കാനുള്ള വലിയൊരു വടിയായി പലരും ഉപയോഗിക്കുന്നുണ്ട്, ഡോക്ടർമാർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൻ്റെ പശ്ചാത്തലം വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം ഒരു രോഗിയുടെ, കൊല്ലാക്കൊല ചെയ്യിപ്പിക്കപ്പെട്ട ഒരു രോഗിയുടെ, ഓപ്പറേഷൻ കഴിഞ്ഞ് വയറ് തുറന്നു തന്നെ ഇട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ബസ്സിന് കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിക്കുന്ന കഥകൾ പറഞ്ഞുകൊണ്ടാണ് ചില ഡോക്ടർമാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഈ സംഭവമായി അതിനെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഗണേഷ് കുമാറിനെ വളഞ്ഞിട്ടാക്രമിക്കാനുള്ള നീക്കവും അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നടത്തുന്നൊരു സമരവും അത് വളരെ തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഇവിടെ കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. താനൂരിലെ ബോട്ട് അപകടത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഹൈക്കോടതി തന്നെ ഇടപെടണമെന്നുള്ളതാണ് അവസ്ഥ.
അതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത് നല്ലതല്ല. മുമ്പ് ഉദ്യോഗസ്ഥന്മാരിടപെടണമെന്നായിരുന്നു, പിന്നെ അത് മന്ത്രിമാരിടപെടണമെന്നായി, പിന്നെ മന്ത്രിമാരിടപെട്ടിട്ട് കാര്യമില്ല, കോടതി ഇടപെട്ടാലേ കാര്യങ്ങൾ നടക്കൂ എന്നായി. പല കാര്യങ്ങളും കോടതി അവിടെ ഇരുന്നിട്ട് ഉറപ്പിക്കുന്നതല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരനക്കവുമില്ല. കോടതി ഇടപെട്ടാലും നടക്കില്ല കാര്യങ്ങളെന്ന് വരുന്ന സ്റ്റേജാണ് അടുത്തത്. എന്നിരുന്നാലും ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യം, ഇത്തരം പ്രതികളെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ മജിസ്ട്രേറ്റിന് എന്ത് സംരക്ഷണം? ഇവിടെയാണ് കാര്യമുള്ളത്. ഇവിടെയാണ് ഈ വിഷയത്തിൻ്റെ പേരിൽ ഡോക്ടർമാർ നടത്തുന്ന സമരം നിരുത്തരവാദപരമാണ്, അസ്ഥാനത്താണ്, അധാർമികമാണ് എന്ന് പറയേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ ആർക്കാണ് സുരക്ഷയുള്ളത്? വഴിവക്കിൽ ചെറിയ വാക്കുതർക്കത്തിൻ്റെ പേരിൽ എറണാകുളത്തെ ഒരു ഹോട്ടലിലടക്കം ആക്രമിക്കപ്പെട്ട, കുത്തേറ്റ് മരിച്ച നിരവധി നിർഭാഗ്യവാന്മാരുടെ ദാരുണ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മയക്കുമരുന്നിനെ കുറിച്ച് പോലീസിനും എക്സൈസിനും വിവരം കൊടുത്തു എന്നുള്ള സംശയം കാരണം വീട് കയറി ആക്രമിക്കപ്പെട്ടവരുണ്ടായിട്ടുണ്ട്. മയക്കുമരുന്നിന് കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ, മദ്യം കുടിക്കാൻ കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ വൃദ്ധയായ അമ്മയെ ചവിട്ടിക്കൊന്നിട്ടുള്ള മക്കൾ അനേകം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അച്ഛനെ കൊന്ന മക്കളുണ്ടായിട്ടുണ്ട്, ജ്യേഷ്ഠനെ കൊന്ന അനുജന്മാരുണ്ടായിട്ടുണ്ട്, അനുജനെ കൊന്ന ജ്യേഷ്ഠന്മാരുണ്ടായിട്ടുണ്ട്. ആരും പ്രതികരിച്ചില്ല. അതൊക്കെ താഴത്തറയിലുള്ള, താഴത്തട്ടിലുള്ള, വിദ്യാഭ്യാസമില്ലാത്ത ചേരികളിൽ താമസിക്കുന്നവരൊക്കെ തമ്മിലുള്ള എന്തോ ഒരു ഏർപ്പാട് എന്ന നിലയിൽ ആരും അത് ഗൗനിച്ചില്ല. അതിൻ്റെ അപായ സൂചനകളെ ആരും മുഖവിലേക്കെടുത്തില്ല. നാളെ ഇതെല്ലാം തങ്ങളുടെ നേരെ വരുമെന്ന് അവരോർത്തില്ല. 1980കളിൽ ഈ കേരളം മുഴുവൻ നടന്ന് ഒരു മനുഷ്യൻ നിലവിളിച്ചു, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടാൽ നമ്മുടെ സ്വാതന്ത്ര്യം അടിമകളുടെ സ്വാതന്ത്ര്യമായി മാറുമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു പ്രൊഫസർ MP മന്മഥൻ. പിടിച്ചിട്ടു 2 ആഴ്ച ജയിലിൽ, 2-3 പ്രാവശ്യം ജയിലിൽ. മദ്യത്തിനെതിരെ ഊരമനയിലെ സമരമുഖത്ത് അനിശ്ചിതകാല ഉപവാസം കിടന്ന പ്രൊഫസർ MP മന്മഥൻ എന്ന റിട്ടയർഡ് കോളേജ് പ്രൊഫസറെ കൈക്കും കാലിനും പിടിച്ച് ഷാപ്പുടമയുടെ ഗുണ്ടകൾ പൊക്കി മാറ്റിയ സംഭവം വരെ കേരളത്തിലുണ്ടായി. ഞങ്ങൾ എത്രയോ പ്രാവശ്യം തല്ലുകൊണ്ടു. ഷാപ്പുകാരുടെ, ഗുണ്ടകളുടെ, ഷാപ്പിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ പോലീസിൻ്റെ ഞാൻ മർദ്ദനമേറ്റത് കോലഞ്ചേരിക്കടുത്തുള്ള മറ്റക്കുഴി, എറണാകുളത്ത് ചിറ്റൂര്, വടക്കൻ പറവൂരിനടുത്ത കിഴക്കുംപുറത്ത് ഞാൻ മർദ്ദനമേറ്റു. വൈപ്പിനിൽ, എറണാകുളത്തെ കോലഞ്ചേരിക്കടുത്തുള്ള പഴംതോട്ടത്ത് പുളിച്ചോട്ടിൽ മദ്യഷാപ്പിനെതിരെ അനിശ്ചിതകാല ഉപവാസം കിടന്ന എൻ്റെ ശവസംസ്കാരം നടത്തി. അങ്ങനെ എൻ്റെ ശവസംസ്കാരം നേരിട്ട് കാണാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായി. അതൊരു പാർട്ടി തന്നെയാണ് നടത്തിയത്. അവസാനം വടക്കഞ്ചേരിയുടെ അവസാനം എന്ന് പറഞ്ഞ് പള്ളി അൾത്താരകളിൽ കുന്തിരിക്കമ്പ് വെക്കുന്ന പോലെ ആട്ടി പള്ളിയിൽ അച്ഛനെ പ്രതികരിച്ച് കുരിശെല്ലാം നാട്ടിയാണ് എൻ്റെ കുഴിമാടം അവരെ ഉയർത്തിയത്. ഞങ്ങളൊക്കെ നിരന്തരം ആക്രമിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. എത്രയോ കേസുകൾക്ക് കോടതികളുടെ വരാന്തയിൽ ഞങ്ങൾ കയറി നടന്നു മദ്യത്തിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് മദ്യത്തിൽ നിന്ന് ഗ്രേഡ് കൂടിയ മയക്കുമരുന്നുകളിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചത്. നമ്മുടെ ചെറുപ്പക്കാരിന്ന് അക്രമികളായി മാറുന്നത്. ഡോക്ടർ വന്ദനാദാസിൻ്റെ മരണം, ക്രൂരമായ കൊലപാതകം, ഇത് നാളെ നിങ്ങൾക്ക് നേരെയും എനിക്ക് നേരെയും കേരളത്തിലെ മജിസ്ട്രേറ്റുമാർക്ക് നേരെയും ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് നേരെയും ഒക്കെ ഉണ്ടാകും.
കോടതിയിൽ വാദിക്കാൻ വരുന്ന വക്കീൽ മദ്യവും മയക്കുമരുന്നും കഴിച്ചിട്ടല്ല ചെല്ലുന്നതെന്ന് ഉറപ്പുണ്ടോ? മയക്കുമരുന്ന് കഴിക്കുന്ന ജഡ്ജിമാരും നാളെ ഉണ്ടാകും. മുമ്പൊക്കെ അരക്കിറുക്കൻ കഞ്ചാവ് വലിച്ച് അരക്കിറുക്കൻ ചെറുക്കൻ നല്ല പെൺകുട്ടിയെ കല്യാണം കഴിക്കും. അവനുണ്ടാകുന്ന കുട്ടി അരക്കിറുക്കുള്ള കുട്ടിയായിരിക്കും. ഇപ്പൊ പെണ്ണും വലിക്കും, ആണും പെണ്ണും കഞ്ചാവ് വലിക്കും. അരക്കിറുക്കനും അരക്കിറുക്കിയും കൂടെ കല്യാണം കഴിച്ച് മുഴുക്കിറുക്കുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭീകരമാകുകയുള്ളൂ. ഇതിനെതിരെ നിലപാടെടുക്കാൻ ആരോഗ്യത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ബാധ്യതയുണ്ട്. പക്ഷെ എന്ത് മാതൃകയാണ് IMA കേരളത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ളത്? ആരോഗ്യത്തെക്കുറിച്ചോ ഈ യുവ ഡോക്ടർമാരുടെ ജീവിതത്തെക്കുറിച്ചോ സംസാരിക്കാൻ എന്തവകാശമാണ് IMAയ്ക്കുള്ളത്? അവരെ വഴിതെറ്റിക്കുകയാണ് IMA ചെയ്യുന്നത്. IMAയുടെ ഏതെങ്കിലും ഒരു സമ്മേളനമുണ്ടോ മദ്യം വിളമ്പുന്നതല്ലാത്തതായിട്ട്? ഒരു ചെറിയ കോൺഫറൻസ് പോലും എക്സൈസിൽ നിന്ന് പ്രത്യേകമായി മദ്യം വിളമ്പാൻ ലൈസൻസ് വാങ്ങിച്ചിട്ടാണ് IMA നടത്താറ്. അല്ല എങ്കിൽ മദ്യം വിളമ്പാൻ ലൈസൻസ് ഉള്ള ക്ലബ്ബുകളിലോ വൻകിട ഹോട്ടലുകളിലോ മാത്രമാണ് IMA നടത്താറുള്ളത്. ശരിയല്ല എങ്കിൽ പറയ്. നാണമില്ലാത്ത IMA സ്വന്തം ഓഫീസിനുള്ളിൽ ബാറ് നടത്തുന്നു. ലോകത്തെവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? മദ്യാസക്തിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ബാധ്യസ്ഥരായ, മദ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ട IMA എറണാകുളത്ത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ തെക്കുവശത്തുള്ള IMA ഓഫീസിൽ സർക്കാരിന് നികുതി അടച്ച് ബാർ വാങ്ങി ഡോക്ടർ സച്ചിദാനന്ദ പ്രഭുവിൻ്റെ പേരിലായിരുന്നു ആദ്യത്തെ ബാർ ലൈസൻസ്. നാണവും മാനവും ഇല്ലാത്ത ഡോക്ടർ സച്ചിദാനന്ദ പ്രഭു എന്ന മദ്യ മുതലാളി, IMA മുതലാളി ഇങ്ങനെ ബാർ നടത്തി മദ്യപിപ്പിക്കുന്ന, സകല മീറ്റിങ്ങുകളിലും മദ്യം വിളമ്പുന്ന IMA യുവ ഡോക്ടർമാരെ വഴിതെറ്റിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മയക്കുമരുന്ന് കുത്തുന്ന ഡോക്ടർമാരുടെ പേര് ഒരുത്തൻ നിന്ന് വിളിച്ചു പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഇന്നിന്ന ഡോക്ടർമാരെല്ലാം മയക്കുമരുന്ന് കുത്തുന്നുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ വായിച്ചില്ലേ പത്രത്തിൽ? മയക്കുമരുന്ന് കടത്തുന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു എന്നും യുവ ഡോക്ടർമാരുണ്ടായിരുന്നു എന്നൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നില്ലേ? മദ്യത്തെ കയറൂരി വിട്ട IMAയ്ക്ക് എങ്ങനെയാണ് മയക്കുമരുന്നിനെ തടയാനാകുക? മദ്യത്തിൽ നിന്നുള്ള പ്രമോഷനാണ് മയക്കുമരുന്നുകൾ, വില കുറഞ്ഞ ലഹരി. അങ്ങനെ ലഹരി വ്യാപിക്കുന്ന സമൂഹം. ഇവിടെ ലഹരി വിൽക്കുന്ന പാർട്ടികളുണ്ട്, യുവജന പ്രസ്ഥാനങ്ങളുണ്ട്, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം മയക്കുമരുന്ന് വിൽക്കുന്നതാണ്. എളുപ്പമാണ്, വലിയ കാശാണ്. ആരാണ് ഈ രാജ്യത്തെ ലഹരിയിൽ മുക്കുന്നത്? മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളാക്കുന്നത് വളരുന്ന തലമുറയെ. അവിടം കൊണ്ട് ഇവിടം കൊണ്ടത് നിൽക്കില്ല. ആർക്കും ആരെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് വരുന്നത്. എന്താണ് IMAയുടെ സമരത്തിന്റെ മുദ്രാവാക്യം? സംരക്ഷണം വേണം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സംരക്ഷണം ഉണ്ടായിരുന്നല്ലോ. പോലീസ് പിക്കറ്റ് ഉണ്ടായിരുന്നു, 5 പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. ഓടിയെത്തിയ 2 പോലീസുകാർക്ക് കുത്തേറ്റു. പിന്നെ ചോദിക്കാം, തോക്കുണ്ടായിരുന്നില്ലേ? വെടിവെക്കാമായിരുന്നില്ലേ? വെടിവെച്ച് കഴിഞ്ഞാൽ പോലീസുകാരുടെ കാര്യം അത് വേറൊരു ഭാഗം. പക്ഷെ എത്ര പേരെ നിങ്ങൾ വെടിവെച്ച് കൊല്ലും? കേരളത്തിലെ ചെറുപ്പക്കാര്
ഇതുപോലെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ തോക്കുകൾ കൊണ്ട് നിങ്ങൾ എത്രനാൾ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്? അമേരിക്കയിൽ ജോ ബൈഡൻ പറയുന്നു, ഇക്കൊല്ലം തന്നെ 200 തോക്കുകളുടെ ആക്രമണമായി. തോക്ക് നിരോധിക്കാൻ ഞാൻ ശ്രമിക്കും, നടക്കില്ല. തോക്കിൻ്റെ സംസ്കാരം, വെടിവയ്പ്പിൻ്റെ സംസ്കാരം ഇന്ന് നടക്കുന്ന മരണങ്ങളെക്കാൾ ശതഗുണീഭവിക്കുന്ന മരണങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തോക്കല്ല ഇതിന് പരിഹാരം. അടിസ്ഥാന കാരണങ്ങളിലേക്ക് വരണം. മദ്യവും മയക്കുമരുന്നുകളും ഇതുപോലെ കയറൂരി നടക്കുന്ന നാട്ടിൽ അതിനെതിരെ കണ്ണടച്ചിരിക്കുന്ന അധികാരി വർഗങ്ങൾ, സമ്പന്ന വർഗങ്ങൾ, അധികാരമുള്ള വർഗങ്ങൾ അവർ സുരക്ഷിതരാണ് എന്ന് കരുതുന്നു. അവർ പോലീസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരനെ ആര് രക്ഷിക്കും? ആരാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ സംരക്ഷണത്തിനുള്ളത്? എല്ലാ ആശുപത്രികളിലും പോലീസിൻ്റെ പിക്കറ്റുകൾ വെക്കാം, എല്ലാ യൂണിവേഴ്സിറ്റിയിലും വേണ്ടേ, എല്ലാ കോളേജിലും വേണ്ടേ? എത്ര അടിപിടിയും കത്തിക്കുത്തുകളുമാണ് കോളേജുകളിൽ നടക്കുന്നത്. അതിപ്പോൾ സ്കൂളുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ സ്കൂളിലും പോലീസിൻ്റെ പിക്കറ്റിംഗ് വേണം. പള്ളികളിൽ വേണ്ടേ? പള്ളികൾ തമ്മിൽ അച്ഛന്മാർ തമ്മിൽ തന്നെ തല്ലു തുടങ്ങിയിരിക്കുമ്പോൾ അവിടെയും വേണം. സിനിമാശാലകളിൽ വേണ്ടേ? ഓരോ സിനിമാശാലകളിലും, പാർക്കിലും, ഓരോ ബസ് സ്റ്റോപ്പിലും നമുക്ക് പോലീസിൻ്റെ പിക്കറ്റ് വയ്ക്കാം. രക്ഷപ്പെടുമോ? രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഈ കേരളത്തിലെ ഓരോ ചെറുപ്പക്കാരൻ്റെയും കൂടെ 10 പോലീസുകാരെ വീതം നടത്തിയാൽ പോലും കൊട്ടേഷൻ സംഘങ്ങളുടെ ബഹളമാണ് കേരളത്തിൽ. അക്കാര്യത്തിൽ ചില നടപടികൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏതാണ്ട് ഫലം കണ്ടിട്ടുണ്ട്. സർക്കാരിനെ ഞാൻ അതിൽ അഭിനന്ദിക്കുകയാണ്. പക്ഷെ സർക്കാരിനും വലിയ പരിമിതികൾ ഇക്കാര്യത്തിലുണ്ട്. അധികാരത്തിനും നിയമത്തിനും തോക്കിനും അപ്പുറത്ത് മര്യാദകെട്ട ജനതയുണ്ടായാൽ, മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ട് സുബുദ്ധി പണയം വെക്കുന്ന മനുഷ്യരുണ്ടായാൽ, ജീവിക്കുന്നത് എന്തിനാണെന്നതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ട മനുഷ്യരുണ്ടായാൽ ആർക്കാണ് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുക? അതുകൊണ്ട് IMA നടത്തുന്ന സമരം മൊത്തം മനുഷ്യർക്കും ആര് സംരക്ഷണം നൽകും? പാവപ്പെട്ടവൻ ആര് സംരക്ഷണം നൽകും? IMA ഒരു കാര്യത്തിൽ സമരം നടത്തുമെങ്കിൽ ഞാനും വരാം സമരത്തിന്. ഒരു ദിവസം 50 രോഗികളിൽ കൂടുതൽ പരിശോധിക്കാനുള്ള ഒരു ഗതികേട് ഡോക്ടർമാർക്ക് ഉണ്ടാക്കരുത്. ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണം. ആ ചികിത്സയെ അത്ര അനുകൂലിക്കുന്ന ഒരാളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇന്ന് നമ്മുടെ ആശുപത്രികളിൽ ഒരു ഡോക്ടർ 200-ഉം 300-ഉം പേരെയൊക്കെ നോക്കണമെന്ന് പറയുന്നത് തന്നെ ക്രിമിനൽ കുറ്റമാണ്. ഈ കൊലപാതകത്തെക്കാൾ വലിയ കൊലപാതകങ്ങൾ ഡോക്ടർമാരവിടെ നടത്തേണ്ട ഗതികേടിലേക്ക് വരുന്നു. മരുന്നുകളുടെ ദോഷഫലങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. മരുന്നുകൾ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ ഏതെല്ലാം പാനീയങ്ങൾ കുടിക്കാം, കുടിക്കാതിരിക്കണം, ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം, കഴിച്ചാൽ അപകടമാകും, ഇതൊന്നും ഡോക്ടർമാർക്ക് പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടില്ല. അവരെ അധികം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 2 മിനിറ്റ് പോലും മുന്നിൽ വരുന്ന രോഗിയെ കാണാനോ നോക്കാനോ കേൾക്കാനോ കഴിയാത്തൊരവസ്ഥയിൽ എത്രയോ മരണങ്ങളാണ്, ചികിത്സാ കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അവിടെ പ്രതികരിച്ചു പോകുന്ന, പൊട്ടിത്തെറിച്ചു പോകുന്ന മനുഷ്യരെ ലാത്തി കൊണ്ടും തോക്ക് കൊണ്ടും നേരിടണം എന്ന് പറയുമ്പോൾ അക്രമം ആരും ചെയ്യരുത് എന്നുള്ളൊരു പേരിൽ നമുക്കൊന്നും പറയാനാവില്ല. അവിടെ അക്രമികൾക്കെതിരെ നമുക്ക് നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവിടെ നീതി നിഷേധിച്ചുകൊണ്ട് മെഡിക്കൽ എററുകൾ നമ്മുടെ നാട്ടിൽ ആശുപത്രിയിലേക്ക് പോകുന്ന 10 പേരിൽ 4 പേർക്കും ചികിത്സാ പിഴവാണ് ഉണ്ടാകുന്നത് എന്നും ലോകാരോഗ്യ സംഘടന തന്നെ പറയുകയാണ്. ചികിത്സാ പിഴവ് കൊണ്ട് 26 ലക്ഷം പേരാണ് ഒരു കൊല്ലം ലോകത്ത് മരിക്കുന്നത്.
നമ്മുടെ നാട്ടിൽ അത് അതിഭീകരമാണ്. ഒരു രോഗി മുന്നിൽ വരുമ്പോൾ ആ രോഗിയുടെ രോഗത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ രോഗിയുടെ ജീവിതക്രമം എന്താണ്, ഏത് തൊഴിലാണ് എടുക്കുന്നത്, തൊഴിലുമായി ബന്ധപ്പെട്ട രോഗമാണോ, ആ രോഗി മദ്യം എത്ര കഴിക്കും, പുക എത്ര വലിക്കും, ശരിയായ ആരോഗ്യ ജീവിത രീതികളെക്കുറിച്ച് രോഗിയെ പറഞ്ഞു മനസ്സിലാക്കാനും രോഗകാരണമായ തെറ്റുകളെ മാറ്റാൻ പ്രേരിപ്പിക്കാനും അത്യാവശ്യമെങ്കിൽ മാത്രം വളരെ ജാഗ്രതയോടെ മാത്രം നൽകേണ്ട മരുന്നുകൾ വളരെ വളരെ ജാഗ്രതയോടെ നൽകിയില്ല എങ്കിൽ രോഗിയെ നശിപ്പിക്കുന്ന മരുന്നുകൾ, ഹാം ആൻഡ് ബെനഫിറ്റ് തൂക്കി നോക്കിയിട്ട് മാത്രമേ മരുന്ന് എഴുതാവൂ എന്ന് മെഡിക്കൽ ടെക്സ്റ്റുകൾ പറയുമ്പോൾ ഇടവും വലവും നോക്കാതെ വരുന്ന രോഗി പറയുമ്പോൾ മുമ്പ് തന്നെ 4 ഗുളിക എഴുതി കൊടുത്തു വിടുന്ന ഇന്നത്തെ ചികിത്സാ സമ്പ്രദായത്തിന് ഡോക്ടർമാരും ഇരകളാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വ്യവസ്ഥിതി അങ്ങനെയാണ്. മെഡിക്കൽ കോളേജുകളിൽ, താലൂക്ക് ആശുപത്രികളിൽ, ജനറൽ ആശുപത്രികളിൽ ഇടിച്ചു കുത്തി നിൽക്കുന്ന രോഗികളുടെ ഇടയിൽ ഞാൻ പലപ്പോഴും സങ്കടത്തോടെയാണ് ആ ഡോക്ടറെ കുറിച്ച് ഓർക്കുന്നത്. ഒരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാമോ ആരോഗ്യവകുപ്പേ? നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരതൊക്കെ സഹിച്ച് പിടിച്ചു നിൽക്കുന്നുണ്ടാവും. പക്ഷെ എത്ര കാലം ഒരു മനുഷ്യന് ആ ക്രിയാത്മകത നിലനിർത്തിക്കൊണ്ട് ജോലി ചെയ്യാനാകും? ഉണ്ട് മാറ്റം വരേണ്ടത്. IMA ഡോക്ടർമാർ സമരം ചെയ്യേണ്ടത് ഒരു മനുഷ്യന് താങ്ങാനാകുന്നതിനേക്കാൾ കൂടുതൽ രോഗികളെ നോക്കേണ്ടി വരുന്ന ഒരു അന്തരീക്ഷം മാറ്റാൻ വേണ്ടിയിട്ടാണ്. കുറെ കൂടെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഡോക്ടർമാർ അവരുടെ കടമ നിർവഹിക്കാൻ തയ്യാറാകുമെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഡോക്ടർ രോഗി സംഘടനകൾ അതില്ലാതാക്കാൻ ഇതൊരു വഴിയേ ഉള്ളൂ. പേടിപ്പിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത് എത്ര കാലമാണ് ആളുകളെ അടക്കിയിരുത്താൻ കഴിയുക? അതല്ലല്ലോ അതിൻ്റെ രീതി. ആദ്യം സ്വന്തം തെറ്റുകൾ കൂടെ തിരുത്താൻ IMA തയ്യാറാവണം. IMAയുടെ കള്ള് ഷാപ്പ്, എറണാകുളം IMA ഓഫീസിലെ മദ്യ ഷാപ്പ് ഉടനടി അടച്ചുപൂട്ടണം. ഡോക്ടർമാരുടെ മീറ്റിങ്ങുകളിൽ മദ്യം നൽകില്ല എന്ന് തീരുമാനമെടുക്കണം. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കെതിരായ കുരിശ് യുദ്ധത്തിന് മുൻകൈ നൽകാൻ IMA തയ്യാറാകണം. അതിനുള്ള ബാധ്യത ഡോക്ടർമാർക്കുണ്ട്. ഇന്നത്തെ സമരം, ആ സമരം ദുഃഖമുണ്ട്, ഡോക്ടർമാർക്ക് ദുഃഖമുണ്ട്, അവരോടൊപ്പം ഞങ്ങൾക്കും ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട്. കർശനമായ നടപടികൾ എടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ല. ഡോക്ടർ വന്ദനാദാസിൻ്റെ ആ കുടുംബാംഗങ്ങളുടെ സങ്കടം, ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പ് പ്രാണൻ നഷ്ടപ്പെട്ട ആ കുരുന്ന് ഡോക്ടറുടെ ആത്മശാന്തി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.